ഈ വർഷത്തെ തിരുവാതിര ഞാറ്റുവേല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. ഇനി 2 ആഴ്ച കാലം സൂര്യനെ മിഥുന രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും കാണപ്പെടുക. ഗ്രഹചന്ദ്ര സംഗമവും വ്യാഴാഴ്ച മാനത്ത് ദൃശ്യമാവും. ഞാറ്റുവേല എന്നാൽ ഞായറിന്റെ വേലയാണ്. ഞായർ എന്നാൽ സൂര്യൻ, വേല എന്നാൽ സമയം. ഏത് നാളിന്റെ പശ്ചാത്തലത്തിലാണോ സൂര്യനെ കാണുന്നത് ആ നാളിന്റെ പേരായിരിക്കും ഞാറ്റുവേലയ്ക്ക് നൽകുക. അങ്ങനെ അശ്വതി മുതൽ തിരുവാതിര വരെ 27 ഞാറ്റുവേലകൾ നമുക്ക് ലഭിച്ചു. ഓരോ ഞാറ്റുവേലയും ശരാശരി 2 ആഴ്ച കാലമാണ്. കാലം അറിയാനും കാലാവസ്ഥ അറിയാനും ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും വാനഗോളങ്ങളുടെ ഗതിവിധികൾ നിരീക്ഷിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അക്കാലത്തെ മനുഷ്യർ രൂപം നൽകിയ കാർഷിക കലണ്ടർ കൂടിയാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. ഓരോ ഞാറ്റുവേലയിലും എങ്ങനെ കൃഷി ചെയ്യണമെന്നും എപ്പോൾ എത്രമാത്രം എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം മഴ പെയ്യുമെന്നും എപ്പോൾ വളം ചേർക്കണമെന്നും ഏത് സമയം വിളവെടുക്കണമെന്നും എല്ലാം കർഷകർക്ക് അറിയാമായിരുന്നു. കുരുമുളക്, നെല്ല് തുടങ്ങിയ കാർഷിക വിളകളുമായി തിരുവാതിര ഞാറ്റുവേല ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത്തവണ തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്ന ദിവസം പടിഞ്ഞാറൻ മാനത്ത് മനോഹരമായൊരു ഗ്രഹചന്ദ്ര സംഗമം ഒരുങ്ങുന്നുണ്ടെന്ന് അമേച്ചർ വാന നിരീക്ഷകർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ പുനശ്ശേരി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിൽ ചന്ദ്രക്കലയുടെ അല്പം താഴെയായി ഏറെ തിളങ്ങുന്ന ശുക്ര ഗ്രഹവും അതിനടുത്തായി അല്പം മങ്ങിയ ചൊവ്വാഗ്രഹവും ഒരു മട്ടത്രികോണത്തിന്റെ രൂപത്തിൽ കാണപ്പെടും. മേഘങ്ങളില്ലെങ്കിൽ വെറും കണ്ടുകൊണ്ട് തന്നെ ഈ ദൃശ്യം മനോഹരമായി നമുക്ക് കാണാൻ പറ്റും. നേരം ഇരുട്ടുന്നതോടെ കാഴ്ച നമുക്ക് വളരെ മനോഹരമായി ദൃശ്യമാവുകയും ചെയ്യും.